ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ലോക പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനായി യുനെസ്കോയ്ക്ക് $1 ദശലക്ഷം നൽകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക പൈതൃക സമിതിയുടെ 46ാം സമ്മേളനം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേന്ദ്ര ബജറ്റ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കും. നിപ വ്യാപനം തടയുന്നതിന് അടിയന്തര നടപടികളെടുക്കാൻ കേരള സർക്കാരിന് കേന്ദ്ര നിർദ്ദേശം. പ്രതിരോധ നടപടികളിൽ സംസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിനായി ICMRന്റെ വിദഗ്ധ സംഘം കോഴിക്കോട്ട്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് 8.5 കോടി രൂപ നൽകുമെന്ന് BCCI. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയതായി US പ്രസിഡന്റ് ജോ ബൈഡൻ. വാർത്തകൾ വിശദമായി. ലോക പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനായി യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രത്തിന് $1 മില്യൺ നൽകുമെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക പൈതൃക സമിതിയുടെ 46ാം സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സാംസ്കാരികവും സർഗാത്മകവുമായ വ്യവസായ രംഗം ആഗോള വളർച്ചയിൽ വലിയ ഘടകമായി മാറുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. भारत यूनेस्को वर्ल्ड हेरिटेज सेंटर के लिए $1 मिलियन का कंट्रीब्यूशन करेगा. ये ग्रांट कैपेसिटी बिल्डिंग, टेक्निकल असिस्टेंस और वर्ल्ड हेरिटेज साइट्स के कंजर्वेशन में प्रयोग होगी. विशेष रूप से ये पैसा ग्लोबल साउथ के देशों को काम आएगा. भारत में युवा प्रोफेशनल्स के लिए वर्ल्ड हेरिटेज मैनेजमेंट में सर्टिफिकेट प्रोग्राम भी शुरू हो गया है. मुझे विश्वास है कल्चरल और क्रिएटिव इंडस्ट्री ग्लोबल ग्रोथ में बड़ा फैक्टर बनेगी. ആഗോള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പൈതൃക സംരക്ഷണ ശ്രമങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളെ ഉൾപ്പെടുത്തുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ പൈതൃകം വെറുമൊരു ചരിത്രമല്ല, ശാസ്ത്രം കൂടിയാണ്. വികാസ് ഭി വിരാസത് ഭി, അതായത് വികസനത്തിനൊപ്പം പൈതൃകവും എന്നതാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാടെന്ന് ശ്രീ മോദി പറഞ്ഞു. സാങ്കേതികവിദ്യ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ മേഖലയിൽ വളർന്നുവരുന്ന ഗവേഷണ വിനോദസഞ്ചാര സാധ്യതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഇതാദ്യമായാണ് ലോക പൈതൃക സമിതി യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ചടങ്ങിന്റെ ഭാഗമായി നടന്ന പ്രദർശനം പ്രധാനമന്ത്രി വീക്ഷിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നാളെയാണ് കേന്ദ്ര ബജറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റാണിത്. സമ്മേളന കാലയളവിൽ 6 പുതിയ ബില്ലുകൾ സർക്കാർ അവതരിപ്പിക്കും. അടുത്ത മാസം 12 വരെയാണ് സഭ സമ്മേളിക്കുക. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് 2023-24 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്തനാഗേശ്വരന്റെ മേൽനോട്ടത്തിൽ ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പാണ് രേഖ തയ്യാറാക്കിയത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാർഡ്, വരാനിരിക്കുന്ന വളർച്ചാ വീക്ഷണം, സമ്പദ് വ്യവസ്ഥയുടെ തൽസ്ഥിതി, നയപരമായ വെല്ലുവിളികൾ എന്നിവയുടെ വിശദമായ വിവരങ്ങളാണ് സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകളും വിശകലനങ്ങളും, തൊഴിൽ, GDP വളർച്ച, പണപ്പെരുപ്പം, ബജറ്റ് കമ്മി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും സാമ്പത്തിക സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനം 6.8% നിന്ന് 7% IMF ഉയർത്തിയ സാഹചര്യത്തിലാണ് സാമ്പത്തിക സർവേ അവതരിപ്പിക്കുന്നത്. ജൂണിൽ RBI വളർച്ചാ പ്രവചനം 7% നിന്ന് 7.2 പുതുക്കിയിരുന്നു. ഏത് വിഷയവും പാർലമെന്റിൽ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിനു ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പ് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തിന്റെ തടസ്സരഹിതമായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. നിപ വ്യാപനം തടയുന്നതിന് അടിയന്തര നടപടികളെടുക്കാൻ കേരള സർക്കാരിന് കേന്ദ്ര നിർദ്ദേശം. നിപ ബാധിച്ച് കുട്ടി മരിച്ചതിനെ തുടർന്ന് പ്രതിരോധ നടപടികളിൽ സംസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിനായി ICMRന്റെ 6 വിദഗ്ധ സംഘം കോഴിക്കോട്ടെത്തി. നിപ ബാധിതനായിരുന്ന കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്നവരുടെ സ്രവപരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൊബൈൽ ലാബും ഇന്നെത്തും. വിശദാംശങ്ങളിലേക്ക്.
കേരളത്തിലെ നിപ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും രോഗപ്രതിരോധത്തിന് സാങ്കേതിക സഹായം നൽകുന്നതിനുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ വൺ ഹെൽത്ത് മിഷനിൽ നിന്നുള്ള സംയുക്ത സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. അതിനിടെ നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം ജില്ലയിലെ 14 വയസ്സുകാരന്റെ മൃതദേഹം ഇന്നലെ പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിച്ചു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കേരളം യഥാസമയം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഇന്ന് നടക്കുന്ന +1 അലോട്ട്മെന്റിൽ നിപ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മലപ്പുറം ജില്ലയിലെ ആനക്കയം, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലായി 3 ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഇന്ന് പ്രവേശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തുവന്ന സ്രവപരിശോധനാ ഫലം നെഗറ്റീവ്. രോഗം ബാധിച്ച് മരിച്ച 14-കാരന്റെ കൂട്ടുകാരായ 6 പേരുടെയും 68-കാരനായ മറ്റൊരു വ്യക്തിയുടെയും സ്രവപരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. കൂട്ടുകാരായ 6 പേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനായി കരസേനയുടെ നേതൃത്വത്തിൽ ഇന്നും തിരച്ചിൽ നടത്തും. മോശം കാലാവസ്ഥയും കനത്ത മഴയും രക്ഷാദൌത്യം സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇതുവരെ തിരച്ചിൽ നടത്തിയ മൺകൂനയിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ചതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വ്യാഴാഴ്ച വരെ കർണാടക തീരത്ത് മത്സ്യബന്ധനം വിലക്കി. കനത്ത മഴയെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ ഇന്നലെ 36 വിമാനങ്ങൾ റദ്ദാക്കി. പകൽ 1 മണിക്കൂറിനുള്ളിൽ 2 തവണ റൺവേ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നതായി എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇൻഡിഗോ, എയർ ഇന്ത്യ, വിസ്താര എന്നീ വിമാനങ്ങളാണ് ഇന്നലെ റദ്ദാക്കിയത്. മഴയെ തുടർന്ന് വിമാന സർവീസുകൾക്ക് പുറമെ റോഡ്, റെയിൽ സർവീസുകളും മുംബൈയിലുടനീളം തടസ്സപ്പെട്ടു. അന്താരാഷ്ട്ര ഗണിത ഒളിമ്പിയാഡിൽ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയതിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരത്തിൽ എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘം 4 സ്വർണവും 1 വെള്ളിയും കരസ്ഥമാക്കിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ നേട്ടം നിരവധി യുവാക്കൾക്ക് പ്രചോദനമാകുന്നുവെന്നും ഗണിതത്തെ കൂടുതൽ ജനപ്രിയമാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം ടെസ്റ്റിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെ 241 റൺസിന് തകർത്തു. 5 വിക്കറ്റ് നേടിയ ഷോയേബ് ബഷീറാണ് ഇംഗ്ലീഷ് ബൌളിംഗ് നിരയിലെ താരം. 3 കളികളുള്ള റിച്ചാർഡ്സ് ബോത്തം ട്രോഫി പരമ്പരയിൽ ഈ വിജയത്തോടെ 2-0 ഇംഗ്ലണ്ട് മുന്നിലെത്തി. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് 8.5 കോടി രൂപ നൽകുമെന്ന് BCCI അറിയിച്ചു. സാമ്പത്തിക സഹായത്തിന് BCCI സെക്രട്ടറി ജയ് ഷായോട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ നന്ദി അറിയിച്ചു. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൽ 70 പുരുഷന്മാരും 47 വനിതകളും ഉൾപ്പെടെ 117 താരങ്ങളാണുള്ളത്. ഒളിമ്പിക്സിന് ഈ മാസം 26-ന് തുടക്കമാകും. നവംബറിൽ നടക്കാനിരിക്കുന്ന US തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയതായി US പ്രസിഡന്റ് ജോ ബൈഡൻ. സമൂഹമാധ്യമത്തിലൂടെയാണ് ബൈഡൻ ഇക്കാര്യം അറിയിച്ചത്. തന്റെ തീരുമാനം സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ ആഴ്ച അവസാനം അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ബൈഡൻ നിർദ്ദേശിച്ചു. ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിലേക്ക് അനുവദിച്ച വിവാദ സംവരണം വെട്ടിക്കുറച്ച് സുപ്രീംകോടതി. വിഷയത്തിൽ ബംഗ്ലാദേശിൽ ഉടനീളം ദിവസങ്ങളായി നടന്ന പ്രക്ഷോഭങ്ങൾക്കിടെ 100-ലേറെ പേരാണ് മരിച്ചത്. ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തെ തുടർന്ന് ഇതുവരെ 4500-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ മടങ്ങിയെത്തതായി വിദേശകാര്യ മന്ത്രാലയം. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇന്ത്യൻ പൌരന്മാർക്ക് അതിർത്തി കടന്നുള്ള സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായി എത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ശിക്ഷാ സപ്താഹ് ഇന്നു മുതൽ ഈ മാസം 28 വരെ ആചരിക്കും. വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർക്കിടയിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 അവതരിപ്പിച്ച് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ശിക്ഷാ സപ്താഹിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനായി യുനെസ്കോയ്ക്ക് $1 ദശലക്ഷം നൽകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക പൈതൃക സമിതിയുടെ 46ാം സമ്മേളനം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേന്ദ്ര ബജറ്റ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കും. നിപ വ്യാപനം തടയുന്നതിന് അടിയന്തര നടപടികളെടുക്കാൻ കേരള സർക്കാരിന് കേന്ദ്ര നിർദ്ദേശം. പ്രതിരോധ നടപടികളിൽ സംസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിനായി ICMR-ന്റെ വിദഗ്ധ സംഘം കോഴിക്കോട്ട്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് 8.5 കോടി രൂപ നൽകുമെന്ന് BCCI. US തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയതായി US പ്രസിഡന്റ് ജോ ബൈഡൻ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.